إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن منكم إلا واردها كان على ربك حتما مقضيا ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പരിപൂർണമായും പാലിച്ച് മുത്തഖീങ്ങളായി മുഅ്മിനുകളായി ജീവിക്കാനുള്ള പരിശ്രമം ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. നിരന്തരമായ ഉപദേശങ്ങൾ കേൾക്കുന്നവരാണ് നമ്മളെല്ലാവരും. മുതിർന്നവരിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന് ഒക്കെ നമുക്ക് നിരന്തരമായ ഉപദേശങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളും പലരെയും ഉപദേശിക്കുന്നവരാണ്. അതിനൊരു പരിചയമൊന്നും വേണമെന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവിടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉപദേശങ്ങൾ നൽകേണ്ടതുണ്ടെങ്കിൽ ഉപദേശം നൽകാൻ നമ്മളാരും മടി കാണിക്കാറില്ല. എന്തെങ്കിലും അപകടങ്ങൾ, ദുരന്തങ്ങൾ, അത്യാഹിതങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാൻ, അപകടങ്ങളിൽ പെടാതിരിക്കാൻ, അതിൻ്റെ കെടുതികളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഉപദേശം അനിവാര്യമാണ്. ഒരാള് വണ്ടി ഓടിച്ച് സ്പീഡിൽ, ഒരു ബൈക്കിൽ, ചെറുപ്പക്കാര് ബൈക്കിൽ സ്പീഡിൽ ഷോ കാണിച്ച് ശബ്ദമുണ്ടാക്കി പോകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഡ്രൈവിംഗ് അറിയണമെന്നില്ല. അറിയാത്തവർ, വണ്ടി ഓടിക്കാൻ അറിയാത്തവർ വരെ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കും, ഉപദേശിച്ചു കൊടുക്കും. റോട്ടിലൂടെ നടന്നു പോകുന്നവർ എങ്ങനെയാണ് നടന്നു പോകേണ്ടത്, കുട്ടികൾ സ്കൂളിലേക്കോ മദ്രസകളിലേക്കോ പോകുമ്പോൾ റോഡ് മുറിച്ച് കടക്കുമ്പോൾ, റോഡ് സൈഡിലൂടെ പോകുമ്പോൾ ഒരു പരിചയവുമില്ലാത്ത മക്കളാണെങ്കിൽ പോലും നമ്മൾ പറയും, മക്കളെ അങ്ങനെ പോവല്ലേ, ഈ സൈഡിലൂടെ പോ, മുറിച്ച് കടക്കല്ലേ, ശ്രദ്ധിക്കണം എന്ന് പറയും. എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്? ഒരു അപകടവും ഒരു ദുരന്തവും കാണാൻ നമുക്കാർക്കും ഇഷ്ടമല്ല. നമ്മൾ ആരും അത് താല്പര്യപ്പെടുന്നില്ല. എത്ര വലിയ ശത്രുക്കളാണെങ്കിൽ പോലും
വിഷമിക്കുന്നത്, സങ്കടപ്പെടുന്നത്, വേദനിക്കുന്നത്, അപകടത്തിൽപ്പെടുന്നത് നമുക്ക് സഹിക്കാൻ കഴിയില്ല. നിയന്ത്രണങ്ങൾ പാലിക്കുകയും ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നത് വളരെ അനിവാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ഒരു വാഹനം, അവരുടെ അശ്രദ്ധ കൊണ്ട് അവർ ഓടിച്ചുപോയ വാഹനം അപകടത്തിൽപ്പെടുകയും അതിൽ 5 പേര് മരണപ്പെടുകയും ചെയ്തു. വല്ലാത്ത നൊമ്പരത്തോടെ, വേദനയോടെയാണ് നമ്മൾ ആ വാർത്ത വായിച്ചത്. കാരണം ഒരു മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കാനുള്ള അവസരം കിട്ടുക കുട്ടികൾക്കെന്ന് പറയുകയാണെങ്കിൽ എത്ര രാത്രി ഉറക്കൊഴിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച മക്കളായിരിക്കും MBBSനൊക്കെ എൻട്രൻസ് ഒക്കെ കിട്ടി ഒരു കോളേജിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ എത്ര ത്യാഗങ്ങളും പരിശ്രമങ്ങളും അതിൻ്റെ പിന്നിലുണ്ടാകും. ആ മാതാപിതാക്കൾ എത്ര പരിശ്രമം സാമ്പത്തികമായും ബാക്കിയൊക്കെ അവർക്ക് വേണ്ടി അവരൊക്കെ ചെലവഴിച്ചിട്ടുണ്ടാകും. എത്ര സ്വപ്നങ്ങൾ ആ മാതാപിതാക്കൾ കണ്ടിട്ടുണ്ടാകും. ആ മക്കള് പഠിച്ചു വരുന്നതും അവർ ഡോക്ടർമാരാകുന്നതും ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതുമൊക്കെ ആ മാതാപിതാക്കൾ കാണാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാകും. അപ്പൊ ഇത്തരം ദുരന്തങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകുന്നത് അത്തരം ചിന്തകളാണ്. സഹോദരങ്ങളെ, ഈ ഉപദേശം ജീവിതത്തിൽ കൃത്യമായി നമ്മൾ ഇന്നും നിലനിർത്തണം മരണം വരെ. അത് കേവലം ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രമല്ല. ഫഇദാ ജാഅത്തി ത്വാമ്മത്തുൽ കുബ്ര, എല്ലാ ആപത്തുകളെയും അതിജയിക്കുന്ന അത്യാപത്ത് വന്നെത്തിയാൽ, ത്വാമ്മത്തുൽ കുബ്ര എന്ന ഖുർആൻ പറഞ്ഞത്. ദുനിയാവിൽ ഒരുപാട് ആപത്തുകളുണ്ട്, വിപത്തുകളുണ്ട്, അപകടങ്ങളുണ്ട്. എല്ലാ ആപത്തുകളെയും അതിജയിക്കുന്ന അത്യാപത്ത്, അത് വരാതിരിക്കാനാണ് സൂക്ഷ്മത, അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. നിരന്തരമായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഈ സൂക്ഷ്മതയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെയുള്ള അപകടത്തിൽപ്പെട്ടാൽ, എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ, സാമ്പത്തിക നഷ്ടം വന്നാൽ ഒക്കെ നമ്മളെ സഹായിക്കാനും കൂട്ടിരിക്കാനും ആശ്വാസ വാക്കുകൾ പറയാനും ദുനിയാവിൽ ആളുകളുണ്ടാകും. പക്ഷേ മരണത്തിന് ശേഷമുള്ള അത്യാപത്ത് കൂട്ടിരിക്കാൻ ഒരാളെയും കിട്ടൂല, ഒരു ബന്ധുവിനെയും കിട്ടില്ല. ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സ്വന്തം മാതാപിതാക്കൾ പോലും, സ്വന്തം സഹോദരങ്ങൾ, സ്വന്തം കൂട്ടുകാര്, അവരൊന്നും ഒരു വാക്കുപോലും മിണ്ടുകയില്ല എന്നാ ഖുർആൻ പറഞ്ഞത്. അന്വേഷിക്കുകയില്ല എന്നാ പറഞ്ഞത്. ഫല അൻസബ ബൈനഹും വല യതസാഅലൂൻ, അവർക്കിടയിൽ ഒരു കുടുംബ ബന്ധങ്ങളുമില്ല. പരസ്പരം ഒന്ന് ചോദിക്കുക പോലും ചെയ്യൂല, ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യൂല എന്നാ. ഈ അപകടം അതിൽ പെടാതിരിക്കാനാണ് സഹോദരങ്ങളെ തഖ്വ. തഖ്വ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സൂക്ഷ്മത എന്നാണ്. എല്ലാ വെള്ളിയാഴ്ചയും 2 തവണ, വെള്ളിയാഴ്ച ഖുത്ബയിൽ 2 തവണ ആവർത്തിച്ച് തഖ്വ കൊണ്ടുള്ള ഉപദേശം കേൾക്കേണ്ടവരാണ് നമ്മൾ, കേൾപ്പിക്കപ്പെടേണ്ടവരുമാണ്. പരിശുദ്ധ ഖുർആനിൽ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാത്തി, അള്ളാഹനെ സൂക്ഷിക്കേണ്ടതുപോലെ നിങ്ങൾ സൂക്ഷിക്കണം. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യർ, ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നാഥനെ നിങ്ങൾ സൂക്ഷിക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അവനിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ തേടണം, അവന്റെ മാർഗത്തിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം, നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി. നോക്കൂ നിങ്ങൾ, ഈ സൂക്ഷ്മത അതിങ്ങനെ ഖുർആൻ ആവർത്തിച്ച് പറയാണ്. ഹദീസുകളിൽ കാണാം, ഇത്തഖുൽ ദുൽമ, അക്രമത്തെ സൂക്ഷിക്കണം. ഇത്തഖുശുഹ, പിശുക്കിനെ നീ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഇത്തഖുന്നാറ വലൗ ബിശിക്കി തംറത്തിൻ, ഒരു കാരക്കച്ചീൽ കൊണ്ടാണെങ്കിലും നരകത്തെ നീ സൂക്ഷിക്കണം. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും ഈ തഖ്വാബോധം, സൂക്ഷ്മതാബോധം ഉണ്ടായിരിക്കണം. അപ്പൊ ജീവിതത്തിൽ ഈ സൂക്ഷ്മത പാലിക്കുന്നവർക്കുള്ള നേട്ടങ്ങളും പാലിക്കാത്തവർക്കുള്ള ദുരന്തങ്ങളും, സൂക്ഷ്മത ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഖുർആനും സുന്നത്തും പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണതിന് മാർഗം? സൂക്ഷ്മത കിട്ടാനുള്ള മാർഗം എന്താണ്? ആ മാർഗം അള്ളാഹനെ ആരാധിക്കുക എന്നുള്ളതാണ്, അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ.
തഖ്വ കിട്ടാനുള്ള മാർഗം അള്ളാനെ മാത്രം ആരാധിക്കുക എന്നുള്ള. എല്ലാ ആരാധനകളും അങ്ങനെ തന്നെയാണ്. നിസ്കാരം, നോമ്പ് എല്ലാം കുത്തിബ അലൈക്കും സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. എന്തിന്? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉണ്ടാകാൻ. ആരാധനകളിലൂടെയാണ് സൂക്ഷ്മത, തഖ്വ നമുക്ക് കൈവരേണ്ടത്. സഹോദരങ്ങളെ, 12 നേട്ടങ്ങളുണ്ട്. അതാണ് ഇൻഷാ അല്ലാഹ് ഈ ഖുത്ബയിലും അടുത്ത ഖുത്ബയിലുമായി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. തഖ്വ കൊണ്ട് 12 നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാനുണ്ട്. ആ 12 നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ഇഹലോകവും പരലോകവും രക്ഷപ്പെട്ട് കിട്ടും. അതിനുള്ള ഉപദേശമാണ് തഖ്വ കൊണ്ടുള്ള ഉപദേശം. ഇഹലോകവും പരലോകവും രക്ഷപ്പെട്ട് കിട്ടാൻ, അപകടങ്ങളിൽ പെടാതിരിക്കാൻ, ദുരന്തങ്ങൾ വരാതിരിക്കാൻ, അത്യാഹിതങ്ങൾ സംഭവിക്കാതിരിക്കാൻ 12 നേട്ടങ്ങൾ തഖ്വ കൊണ്ടുണ്ട്. ഒന്നാമത്തെ നേട്ടം, നമ്മൾ ഒരുക്കുന്ന, നമ്മുടെ ജീവിതമാകുന്ന യാത്രയിൽ ഒരുക്കുന്ന ഏറ്റവും നല്ല വിഭവം അത് തഖ്വയാണ്. നമ്മൾ എന്തൊക്കെ ഒരുക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ? നമ്മൾ കുട്ടിയായിരുന്ന കാലം മുതൽ വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങൾ നമ്മൾ പിന്നിട്ടു. നമുക്ക് ഒരുക്കി തന്നവരുണ്ട്, ഒരുക്കി തന്നിരുന്ന പ്രായമുണ്ട്, നമ്മൾ സ്വയം ഒരുക്കിയ പ്രായമുണ്ട്. സ്കൂളിൽ പോകാൻ മദ്രസയിൽ നമ്മളെ ചേർത്തിയപ്പോൾ മദ്രസയിലേക്ക് കണ്ട് പോണെങ്കിൽ ഉപ്പയെ നമ്മൾ വാശി പിടിച്ചു, ഉമ്മയോട് നമ്മൾ വാശി പിടിച്ചതാ, ഇന്ന ഒരുക്കങ്ങളൊക്കെ വേണം, എന്നെങ്കിലും ഞാൻ പോവുള്ളൂ. പുസ്തകം വേണം, സ്ലേറ്റ് വേണം, പെൻസിൽ വേണം, ബാഗ് വേണം, യൂണിഫോം വേണം, ഇതൊക്കെ ഉണ്ടെങ്കിലേ പോവുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞ് ഒരുക്കി തന്നു. അല്ലെ? പല ഒരുക്കങ്ങളും നമുക്ക് ഒരുക്കി തന്നു മാതാപിതാക്കള്. ഇപ്പൊ പല മക്കൾക്കും വാപ്പാരെ പറ്റിയുള്ള വലിയ പരാതി, വാപ്പ ഭയങ്കര പിശുക്കനാന്നാ. പെൺക്ക് പെണ്ണിട്ടാതെക്കാൻ കാരണം വാപ്പാന്റെ പിശുക്കൊണ്ടാന്നാ. വാപ്പാന്റെ മക്കൾക്ക് പലർക്കുള്ള പരാതി ഇതാണ്. പക്ഷേ ആ വാപ്പ ഒരു പിശുക്കും കാണിച്ചിട്ടില്ല, വാപ്പ ധാരാളിത്വം ഒഴിവാക്കിയേ ഉള്ളൂ. ആ വാപ്പ ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ധാരാളിത്വം ഒഴിവാക്കിയത്, ധൂർത്ത് ഒഴിവാക്കിയത്, അല്ലാതെ വാപ്പ പിശുക്കൊന്നും കാണിച്ചിട്ടില്ല. വാപ്പ ധാരാളിത്വം ഒഴിവാക്കിയതുകൊണ്ട് മക്കൾക്ക് വല്ലതും ഉണ്ടായി. അല്ലെ? ധാരാളിത്തം കാണിച്ച, ധൂർത്ത് കാണിച്ച കാരണവന്മാര്, അല്ലെ? ആ കാരണവന്മാരെ പഴി പറയുന്ന എത്ര മക്കളുണ്ട്? എത്ര മക്കളുണ്ട് കാരണവന്മാരെ പഴി പറയുന്ന? എല്ലാം വിറ്റ് തുലച്ച്, എല്ലാം ധൂർത്തടിച്ച്, അങ്ങനെ ഉണ്ടാക്കിയതെല്ലാം എല്ലാം നഷ്ടപ്പെടുത്തി വാപ്പയായിട്ട് വെല്ലിപ്പായിട്ട്, അല്ലെ, കുറ്റം പറയുന്ന എത്ര ആൾക്കാരുണ്ട്? നമുക്ക് വിഭവങ്ങൾ ഒരുക്കി തന്നവർ, പിന്നെ നമ്മൾ വിഭവം ഒരുക്കി. അല്ലെ? കല്യാണം കഴിക്കാൻ സമയമായപ്പോ, പ്രായമായപ്പോ നമുക്ക് തന്നെ തോന്നി ഒരു ജോലി വേണം, ജോലി ഞങ്ങൾക്ക് പെണ്ണ് കിട്ടൂല, പെണ്ണിനെ പോറ്റണം, വാപ്പാനും മാനിയും പിന്നെ പ്രതീക്ഷിക്കാൻ പറ്റൂല, അവരെ ആശ്രയിക്കാൻ പറ്റൂല, ഇനിയും അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂല. അപ്പൊ സ്വയം നമ്മളൊരു ജോലി കണ്ടെത്തി. അങ്ങനെ ആ ജോലി കണ്ടെത്തിയിട്ട് നമ്മൾ ഒരുക്കി, മഹർ ഒരുക്കി, വസ്ത്രങ്ങൾ ഒരുക്കി, കല്യാണം കഴിഞ്ഞു, മക്കളായി, മക്കൾക്ക് വേണ്ടി ഒരുക്കി. അങ്ങനെ ഒരുക്കങ്ങൾ ഇങ്ങനെ പോയി മുന്നോട്ട് പോയി കുറേ നമ്മൾ ഒരുക്കിയില്ലേ സഹോദരങ്ങളെ? ആ ഒരുക്കങ്ങളിലെ ഏറ്റവും വലിയ ഒരുക്കം എന്താണെന്നറിയോ? തസവ്വദൂ ഫഇന്ന ഖൈറസാദി തഖ്വ, ഫഇന്ന ഖൈറസാദി തഖ്വ. ഏറ്റവും വലിയ ഒരുക്കം, ഏറ്റവും വലിയ വിഭവം അത് തഖ്വയാകുന്ന വിഭവമാണ്. ഈ ഒരിക്കലിൽ എന്തൊക്കെ സൂക്ഷിച്ചു? ഹറാമ് എൻ്റെ മക്കൾക്ക് ഒരു സ്ലേറ്റ് ആണെങ്കിൽ പോലും, ഒരു പെൻസിലാണെങ്കിൽ പോലും ഹറാമിന്റെ പൈസ കൊണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കൂല. 3 നേരം കഞ്ഞു കുടിക്കാൻ വകയുള്ളൂ. സുഭിക്ഷമായി അയൽപക്കത്തും കുടുംബക്കാരും തിന്നണമാതിരി തിന്നാൻ വകുപ്പൊന്നുമില്ല. 3 നേരം കഞ്ഞാണ്. എന്റെ ജോലി കഷ്ടപ്പെട്ടൊരു മനുഷ്യന്റെ മുന്നിൽ കൈ നീട്ടാതെ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് ഒരു കയ്യിൽ കഞ്ഞാണ് എന്റെ മക്കൾ കുടിക്കുന്നതെങ്കിൽ അത് ഹലാലാണെന്ന് ഉറപ്പുവരുത്തണം ബാപ്പ. അതാണ് തഖ്വ. ഈ കൊടുത്തതൊന്നും ഉണ്ടാവില്ല. ഈ കൊടുത്ത ഈ വിഭവങ്ങൾ, ഈ കൊടുത്തത് മാറ്റിവെച്ചത് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ആ രംഗത്ത് സൂക്ഷ്മത പാലിച്ചോ, തഖ്വ പാലിച്ചോ എങ്കിൽ. എന്റെ മക്കൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുത്തപ്പോ ഇസ്ലാമിക വേഷയെ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുള്ളൂ. അനിസ്ലാമികമാര് വേഷവും ഞാൻ എന്റെ മക്കൾക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ല. തഖ്വയാകുന്ന വസ്ത്രം, സൂക്ഷ്മത പാലിച്ചു ആ രംഗത്ത്. വാങ്ങിക്കൊടുക്കുക മാത്രമല്ല, വാപ്പ തയ്പ്പിച്ചു. എങ്ങനെ? വാപ്പ വാങ്ങിക്കൊടുക്കും, ഇഷ്ടമുള്ളടത്ത് പോയി തയ്പ്പിച്ചോ എന്ന് പറഞ്ഞില്ല. കാലിന്റെ നെരിയാണിക്ക് മുകളിലാണ് പാൻറ് ഉറപ്പുവരുത്തി. എന്റെ മകള് സ്കൂൾക്ക് പോകും ഇടുന്നത് യൂണിഫോം ആണെങ്കിൽ പോലും അത് ഇസ്ലാമികമാണ്, അത് ലൂസുള്ളതാണ്, അവയവങ്ങൾ അതിങ്ങനെ ടൈറ്റുള്ള വസ്ത്രമല്ല, പുറത്ത് രൂപം കാണുന്നതല്ല എന്ന് ഉറപ്പുവരുത്തി. നോക്കൂ നിങ്ങൾ, ഈ ഒരുക്കി കൊടുത്തപ്പോഴൊക്കെ ഒരുക്കിയ ഒരു വിഭവമുണ്ട് തഖ്വ.
അതാണ് ഏറ്റവും വലിയ നേട്ടം. തഖ്വ കൊണ്ട് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടതാ. നമ്മൾ ഈ ഒരുക്കുന്ന ഒരുക്കങ്ങളിൽ, വിഭവങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് തഖ്വയാണ് എന്നതാണ്. രണ്ടാമത്തെ ഗുണം, തഖ്വ കൊണ്ടുള്ള രണ്ടാമത്തെ നേട്ടം, അത് നന്ദി കാണിക്കുന്ന ഒരു അടിമയാകാൻ പറ്റും എന്നതാണ്. വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. ആദ്യകാല വിശ്വാസികളോട് പറയാണ്, നിങ്ങൾ ആകെ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു, അപമാനിതരായിരുന്നു, നിങ്ങളെ ബദറിൽ അല്ലാഹ് സഹായിച്ചു. വത്തഖൂൻ ഫത്തഖുല്ലാ, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. അപ്പൊ തഖ്വയുടെ രണ്ടാമത്തെ നേട്ടം അതാണ്, നന്ദിയുള്ളവരായി മാറും എന്നതാണ്. നമുക്ക് തഖ്വ ഉണ്ടായാൽ നമ്മൾ നന്ദിയുള്ളവരാകും. റബ്ബ് തന്ന ഏതൊരു അനുഗ്രഹത്തിനും നമ്മൾ നന്ദികേട് കാണിക്കൂല. ഒരു കൂട്ട് വസ്ത്രം ധരിച്ചു, ബിസ്മില്ല, അല്ലാഹനെ മറക്കൂല. ഒരു വസ്ത്രം, നമ്മൾ ഈ വസ്ത്രം വാങ്ങാൻ, ഒരു കൂട്ട് വസ്ത്രം വാങ്ങാൻ പ്രയാസപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട്. നമ്മളെ പള്ളിയുടെ മുറ്റത്ത് ആളുകൾ പലരും വരാറുണ്ട്, ഒരു കലക്ഷന് ചോദിച്ചിട്ട്, എന്താ വീടില്ല, ബാത്റൂമില്ല, എന്തെല്ലാം കാര്യങ്ങളാ. ഇല്ലായ്മ കൊണ്ട് പരാതി പറയുന്ന എത്രയോ ആളുകളുണ്ട്. ഒരു കൂട്ട് വസ്ത്രം, ബിസ്മില്ല, അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ചെരിപ്പിട്ടു, ബിസ്മില്ല. നമ്മൾ ബാത്റൂമിൽ പോയി വീട്ടില് ബിസ്മില്ല എന്ന് പറഞ്ഞ് കടന്നു, ബിസ്മില്ല അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂതി വൽ ഖബായിസ്, ഖുഫ്രാനൊക്കെ പറഞ്ഞിറങ്ങി അള്ളാനെ ഓർത്തു, നന്ദിയാണ് പറഞ്ഞതൊക്കെ. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, ബിസ്മില്ല, കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, നന്ദി പറഞ്ഞു. ഇത് പറയാൻ പറ്റിയില്ല എങ്കിൽ നന്ദികേടാണ്. തഖ്വയുള്ളവനിതൊക്കെ പറയും, തഖ്വയുള്ളവനിതൊക്കെ പറയും, സൂക്ഷ്മതയുള്ളതൊക്കെ പറയും. അതോടുകൂടി അവൻ നന്ദിയുള്ള അടിമയായിട്ട് മാറും. നരകത്തിലേക്ക് പ്രവേശിക്കുന്ന, പരലോകം നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? നന്ദികേടാണ്. നന്ദികേടാണ്. നന്ദിണ്ടെങ്കിൽ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. മൂന്നാമത്തെ നേട്ടം, മഹത്തായ പ്രതിഫലം കാത്തിരിക്കുന്നു നമ്മളെ എന്നുള്ളതാണ്. തഖ്വയോളം, തഖ്വയുള്ളവർക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ, ലില്ലദീന അഹ്സനു മിൻഹും വത്തഖൗ, നിങ്ങളിൽ നന്മ പ്രവർത്തിച്ചു തഖ്വയോടുകൂടി ജീവിച്ചു, അവർക്ക് അജ്റുൻ അളീം, മഹത്തായ വമ്പിച്ച പ്രതിഫലമുണ്ട്. 12 നേട്ടങ്ങളിൽ നാലാമത്തെ നേട്ടം, അള്ളാഹു ഇഷ്ടപ്പെടുമെന്നതാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആര് വെറുത്താലും, ആർക്ക് നമ്മളെ ഇഷ്ടമല്ലെങ്കിലും, തഖ്വയുണ്ടോ അള്ളാഹ് ഇഷ്ടപ്പെടും. തഖ്വ ഉള്ളവർക്ക് സഹോദരങ്ങളെ ജനങ്ങളുടെ അസംതൃപ്തി ഉണ്ടാവും, ഒരു സംശയമൊന്നും വേണ്ട. കാരണം ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കിടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ബഹുഭൂരിപക്ഷം തഖ്വ ഇല്ലാത്തവരാ ഉണ്ടാവുക. സംശയമൊന്നും വേണ്ട, അത് അള്ളാഹ് പറഞ്ഞതാ. അള്ളാഹിന്റെ അടിമകളിൽ നന്ദി കാണിക്കുന്നവർ വളരെ ചുരുക്കമാണ്. വക്കലിയിലും തഖ്വയുള്ളവർ വളരെ ചുരുക്കമാണ്. തഖ്വ ഇല്ലാത്ത ആളുകൾക്കിടയിൽ ജീവിക്കുന്ന, തഖ്വയോട് കൂടി ജീവിക്കുന്ന, ഓന്റെ ഒരു തഖ്വ, വലിയ മുത്തക്കിയ എന്നാ പറയാ, കളിയാക്കും, പരിഹസിക്കും. വലിയ മുത്തക്കിയ എന്നാ പറയാ. കാരണം അവർ പോകുന്നിടത്ത്, അവർ ചെല്ലുന്നിടത്ത്, അവരുള്ളിടത്തൊന്നും ഈ തഖ്വ ഉള്ളവർ ഉണ്ടാവൂല. തഖ്വ ഉള്ളവർക്ക് അതൊന്നും പറ്റൂല. അപ്പോ ജനങ്ങൾ വെറുക്കും. ചിലപ്പം സ്വന്തം ഭാര്യ വരെ വെറുക്കും, മക്കൾ വെറുക്കും. തഖ്വയില്ലാത്ത ഭാര്യയാണെങ്കിൽ തഖ്വയുള്ള ഭർത്താവിന് ഇഷ്ടപ്പെടൂല. തഖ്വയുള്ള ഭാര്യയാണെങ്കിൽ, തഖ്വയില്ലാത്ത ഭർത്താവാണെങ്കിൽ, ആ തഖ്വയില്ലാത്ത ഭർത്താവിന് ആ ഭാര്യന് ഇഷ്ടപ്പെടാൻ കഴിയില്ല. ഓളൊരു നിസ്കാരപ്പായി നേടി നീച്ചിട്ട് നോക്ക് നേരല്ല, ഓളൊരു ഖുർആനോത്ത്, ഓളൊരു ഒരു ദിക്റൽ, ഓളൊരു ഖുർആൻ ക്ലാസ്, കളിയാക്കും, പരിഹസിക്കും. ആര്? ഭർത്താവ് സ്വന്തം ഭാര്യനെ. തഖ്വയില്ലാത്ത മക്കളാണെങ്കിൽ വാപ്പ വലിയ ഭാരമായിരിക്കും ആ മക്കൾക്ക്. തഖ്വയുള്ള വാപ്പാക്ക് ഒരു ചിട്ടവട്ടൊക്കെ ഉണ്ടാകും. ഇന്ന സമയത്ത് പള്ളിയിൽ പോകണം, ഇന്ന സമയത്ത് ഖുർആൻ ഓതണം, ഇന്ന സമയത്ത് വീട്ടിക്ക് വരണം. ആ തഖ്വയുള്ള വാപ്പയും വീട്ടിലുണ്ടെങ്കിൽ, തഖ്വയില്ലാത്ത മക്കളാണെങ്കിലും ആ മക്കൾക്ക് തഖ്വയുള്ള വാപ്പയും ഭാര. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പക്ഷേ തഖ്വ ഉണ്ടോ? ആര് വെറുത്താലും, ആര് കുറ്റം പറഞ്ഞാലും, ആര് പരിഹസിച്ചാലും, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ തഖ്വയുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടും. അതാണ് നാലാമത്തെ നേട്ടം. അഞ്ചാമത്തെ നേട്ടം, മുത്തഖീങ്ങളെ കൂടെ അള്ളാഹ് ഉണ്ട് എന്നുള്ളതാണ്. ആ മുത്തഖീങ്ങളെ കൂടെ അള്ളാഹ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അള്ളാഹ് പറയാണ്, വഅലമൂ,
നന്നായി ഇൽമ് നേടിക്കോ, അറിവ് നേടിക്കോ, മനസ്സിലാക്കിക്കോ. അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖീങ്ങളുടെ കൂടെയുണ്ട്. വേറൊരു ആയത്തിൽ കാണാം വല്ലാഹു വലിയുൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖീങ്ങളുടെ വലിയാണ്, അള്ളാഹു മുത്തഖീങ്ങളുടെ മിത്രമാണ്, രക്ഷാധികാരിയാണ് മുത്തഖീങ്ങളുടെ അള്ളാഹു കൂടെ ഉണ്ടാകും. അതിനെന്താ വേണ്ടെന്നറിയോ? അള്ളാഹു കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ സഹായം നമ്മളെ കൂടെ ഉണ്ടാവും. അള്ളാഹു കൈവിടൂല. ഒരു നിർണായകമായ ഘട്ടത്തിൽ അള്ളാഹിന്റെ സഹായം നമ്മളെ തേടി വരും. അത് ജീവിതത്തിലൂടെ അനുഭവിക്കാൻ കഴിയും. തഖ്വയുള്ളവർക്ക്, തഖ്വയുള്ളവർക്ക് അത് അനുഭവിക്കാൻ കഴിയും. നിർണായകമായ ചില ഘട്ടങ്ങളിൽ നമ്മളെ തേടി അള്ളാഹിന്റെ സഹായം വരും. അതിന് അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് മുത്തഖീങ്ങൾക്കുള്ള വലിയ നേട്ടമാണ്. തഖ്വ കൊണ്ട് കിട്ടേണ്ട 5ാമത്തെ നേട്ടം അതാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ നല്ലോണം പഠിക്കണം. ഈ ആയത്തിന്റെ തുടക്കത്തിൽ വഅലമൂന്നാ പറഞ്ഞത്, നന്നായി മനസ്സിലാക്കണം എന്നാ. ഇൽമ് വേണമെന്നാണ്. അതിനെന്ത് വേണം? നല്ല ഉപദേശങ്ങൾ കേൾക്കണം, നല്ല ഉപദേശങ്ങൾ വായിക്കണം. ഇപ്പൊ വായന മരിക്കുന്നു എന്നാ പറയണത്. ഏത് വായന മരിക്കണത്? നല്ല വായന മരിക്കുകയാണ്. എല്ലാ വായനയും മരിക്കണമെന്നില്ല. നല്ല വായന മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്മകൾ, ഇസ്ലാമികമായ കാര്യങ്ങൾ, ഖുർആനും സുന്നത്തും വിശദീകരിക്കുന്ന അമലുകളെ കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ചൊക്കെ പറയണം. നല്ല നല്ല മാസികകൾ, വീക്കിലികൾ. ഇപ്പൊ നീർപ്പദം, നമ്മളെ പള്ളിയിൽ വരുന്ന എല്ലാ ആളുകളും വായിക്കേണ്ടതാണ് നീർപ്പദം. അതിന്റെ വരിക്കാരായിട്ട് ഇപ്പൊ ചേർക്കേണ്ട സമയത്ത് ചേരണം. നമ്മളെന്താ പറയാ അറിയാവോ? വായിക്കാൻ നേരമില്ല. വായിക്കാൻ ഇവിടെ നേരെന്നാ. നമ്മൾ ചോദിക്കും റബ്ബിനോട്, കുറച്ചും കൂടി സമയം ചോദിക്കും സഹോദരങ്ങളെ. നല്ലത് വായിക്കാൻ, നല്ല ഉപദേശങ്ങൾ, അത് വായിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. ഇനി അതിലപ്പുറം എന്താ പറയുക? ഒരു സുഹൃത്ത്, ഒരു പ്രായമായ ഒരാള്, അദ്ദേഹം കഴിഞ്ഞ വർഷം ഇതേപോലെ ഞാൻ ഒരു വരി ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു സുഹൃത്തിൻ്റെ കൂടെ പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. അദ്ദേഹം തുറന്നു പറഞ്ഞു. എന്നാലും എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അത്ഭുതപ്പെട്ടു. വായിക്കാൻ അറിയില്ല, എന്നിട്ടും എനിക്ക് വേണം, എഴുതിക്കോളി എന്ന് പറഞ്ഞു. റെസീറ്റ് ചെയ്ത് വാങ്ങി. അതെന്തിനാ? അത് എൻ്റെ ഒരു തൊട്ടൊരു സുഹൃത്തുണ്ട്, ഓന് കൊടുക്കാനാ, അവന് കൊടുക്കാനാണ്. അത് വാങ്ങിയിട്ട് അവൻ കൊടുക്കാണ്, വായിക്കാൻ അറിയുന്ന സുഹൃത്തിന് കൊടുക്കാണ്. ഒരു തഖ്വ ബോധാണത്. നല്ലത് വായിക്കട്ടെ. യഖ്റഉ വറബ്ബുക്കൽ അക്രം അല്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അറിഞ്ഞുകൂടാത്ത പലതുമുണ്ട് നമുക്ക്, അറിഞ്ഞുകൂടാത്ത പലതുമുണ്ടത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. റബ്ബ് അക്രമാണ്, അത്യുദാരനാണ്. ഇഖ്റ, വായിക്കണം. വറബ്ബുക്കൽ അക്രം അല്ലദി അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥൻ. വായന വേണം. ആ വായനയിലൂടെ നമുക്ക് തഖ്വയിലേക്ക് എത്താൻ പറ്റും. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന ഒരു അറിവിലേക്ക് നമ്മൾ എത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടുകൂടി ജീവിച്ചു മരിക്കാൻ നമ്മളെ സഹായിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. തഖ്വയുടെ നേട്ടങ്ങളിൽ 6ാമത്തെ നേട്ടം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ചില മാർഗങ്ങളിലൂടെ നമുക്കൊരു വഴി കാണിച്ചു തരും എന്നതാണ്. വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ. വമൻ യത്തഖില്ലാഹ്, അള്ളാഹിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കുകയാണെങ്കിൽ യജ്അൽ ലഹു മഖ്റജ. മഖ്റജ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ്, ഒരു പുറത്തേക്ക് കടക്കുന്നൊരു വഴി, അതാണ് മഖ്റജ്. മിൻ ഹൈഥു വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്. കണക്ക് കൂട്ടാത്ത മാർഗത്തിലൂടെ അവൻ പലതും നമുക്ക് കൊണ്ടുവന്ന് തരും. റിസ്ക് നൽകും അവൻ, പലതും നമുക്ക് നൽകും റബ്ബ്. നമുക്കൊരു മാർഗം റബ്ബ് കാണിച്ചു തരും തഖ്വ ഉണ്ടെങ്കിൽ. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തതായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് എനിക്കൊരു ഒരു അത്ഭുതകരമായ ഒരു സംഗതി അയച്ചു തന്നു. അതിലുള്ളത് എന്താന്ന് ചോദിച്ചാൽ, പാകിസ്ഥാനിലെ, തെക്കൻ പാകിസ്ഥാനിലെ പ്രസിദ്ധനായ ഒരു ഡോക്ടർ ഇഷാൻ അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പ്രസിദ്ധനാണ് അദ്ദേഹം. ഒരുപാട് മാരകമായ രോഗങ്ങൾ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയ അറിയപ്പെട്ട പ്രസിദ്ധനായ ഒരു ഡോക്ടർ ഇഷാൻ അഹമ്മദ്. അദ്ദേഹത്തെ ഒന്ന് കാണണമെങ്കിൽ
മാസങ്ങൾക്ക് മുമ്പേ അദ്ദേഹത്തെ ബുക്ക് ചെയ്യണം, എന്നാലും കാണാൻ പ്രയാസം. ഒരുപാട് മാറാരോഗികളെ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയ ഒരു പ്രസിദ്ധനായ ഒരു ഡോക്ടർ. അദ്ദേഹം ലോക ഡോക്ടർമാരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനിൽ നിന്ന് വിമാനം കയറി. അങ്ങനെ വിമാനം കയറി അദ്ദേഹം പോകുമ്പോൾ ആ യാത്രയിൽ വിമാനം ഇറങ്ങേണ്ട എയർപോർട്ടിലല്ല ഇറങ്ങിയത്. പ്രതികൂലമായ കാലാവസ്ഥ കാരണം ശക്തമായ മഴയും കാറ്റൊക്കെ വന്നപ്പോൾ ആ വിമാനം തൊട്ടടുത്ത ഒരു എയർപോർട്ടിലാണ് ഇറങ്ങിയത്. ഇറങ്ങിയപ്പോൾ അദ്ദേഹം ആകെ പ്രയാസപ്പെട്ടു. അദ്ദേഹം എയർപോർട്ടിലെ അധികൃതരോട്, വിമാനവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ഒരു പ്രസിദ്ധമായ ഒരു മീറ്റിങ്ങിന് പോവുകയാണ്, ലോക ഡോക്ടർമാരുടെ സമ്മേളനത്തിനാണ് പോണത്, എയർപോർട്ട് മാറിയിട്ടാണ് ഇറങ്ങിയത്, ഞാൻ എങ്ങനെ എത്തും? അങ്ങനെ അവരെ കാര്യങ്ങൾ ധരിപ്പിച്ചപ്പോൾ അവർ അദ്ദേഹത്തിന് ഒരു ടാക്സി ഏർപ്പാടാക്കി കൊടുത്തു. വിമാന കമ്പനി തന്നെ ഒരു ടാക്സി ഏർപ്പാടാക്കി കൊടുത്തു. അങ്ങനെ ആ ടാക്സിയിൽ അദ്ദേഹത്തിന്റെ സമ്മേളന സ്ഥലത്തേക്ക്, അദ്ദേഹം ഇറങ്ങേണ്ട എയർപോർട്ടിലേക്ക് അദ്ദേഹം യാത്ര തിരിക്കുകയാണ്. അങ്ങനെ കുറെ സഞ്ചരിച്ചപ്പോൾ വീണ്ടും കാലാവസ്ഥ പ്രതികൂലമായി മഴയും ഇടിയും ഒക്കെ വന്ന് അദ്ദേഹത്തിന് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയാതെ കാറ് ഒരു വിജനമായ സ്ഥലത്ത് നിർത്തേണ്ടി വന്നു. ആൾ താമസമൊക്കെ കുറഞ്ഞൊരു സ്ഥലത്ത്. അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ഫോണുമായി ആരെയും ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥ വന്നു. കുറച്ച് ദൂരെ ഒരു വീട് മാത്രം കാണുന്നുണ്ട്, മറ്റൊന്നും കാണുന്നില്ല. അദ്ദേഹം ടാക്സിയിൽ നിന്ന് ഇറങ്ങി ആ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ സുജൂദിലായിട്ട് കിടക്കുകയാണ്, നിസ്കരിക്കുകയാണ്. തൊട്ടപ്പുറത്തൊരു കട്ടിലിൽ ഒരു ചെറിയ കുട്ടി, ഒരു രോഗിയായ കുട്ടി കിടക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു. അദ്ദേഹത്തിന് വെള്ളം കൊടുത്തു. അങ്ങനെ അദ്ദേഹം വെള്ളം കുടിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഉമ്മ, ഈ കുട്ടിക്ക് എന്ത് പറ്റിയതാണ്? അപ്പൊ ഉമ്മ പറഞ്ഞു, ഇതെന്റെ പേരക്കുട്ടിയാണ്, ഇവന്റെ ഉപ്പയും ഉമ്മയും ചെറിയ പ്രായത്തിലെ മരണപ്പെട്ടു പോയി, ഒരു അപകടത്തിൽ മരിച്ചതാണ്, ഇവനെ ഞാനാ നോക്കുന്നത്, ഇപ്പം മാരകമായ രോഗമാണ്, ഒരുപാട് ഉള്ളതെല്ലാം വിറ്റ് പെറുക്കി ചികിത്സിച്ചു, ഇപ്പോ ആ രോഗത്തിന് ഒരു മാറ്റമില്ല. പക്ഷേ എൻ്റെ പരിചയത്തിലും കുടുംബത്തിലും പെട്ട ആൾക്കാർ പറയുന്നത്, തെക്കേ പാകിസ്ഥാനിലെ ഒരു പ്രസിദ്ധനായ ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടർ അടുക്കലേക്ക് നിങ്ങളെ കുട്ടിനെ എത്തിക്കുകയാണെങ്കിൽ, ആ പ്രസിദ്ധനായ ഡോക്ടർ അടുക്കലേക്ക് നിങ്ങളെ കുട്ടിനെ എത്തിക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് രോഗം ഭേദമാകും എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ബാക്കി എല്ലാ പ്രതീക്ഷയും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നെ കൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല, യാത്ര ചെയ്യാൻ കഴിയില്ല, അവിടേക്ക് എത്തിപ്പെടാൻ കഴിയില്ല, അവിടേക്ക് പോകാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല. ഞാൻ എന്നും പ്രാർത്ഥിക്കാണ് എൻ്റെ റബ്ബിനോട്, ഞാൻ എന്നും പ്രാർത്ഥിക്കാണ്, സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കാണ് എൻ്റെ റബ്ബിനോട് എൻ്റെ കുട്ടിക്ക് ഈ രോഗം മാറ്റിത്തരാൻ വേണ്ടി. ഇത് കേട്ട ഈ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ഈ ആൾക്കാരൊക്കെ പറഞ്ഞ ഡോക്ടറെ പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇഷാൻ അഹമ്മദ് എന്നാണ് ആ ഡോക്ടറുടെ പേര്. ഈ ഡോക്ടർ ഉമ്മയോട് പറഞ്ഞു, നിങ്ങളാ പറഞ്ഞ ആ ഡോക്ടർ ഞാനാണ്, നിങ്ങളെ പ്രാർത്ഥനയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. സഹോദരങ്ങളെ, ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ അനുഭവം രേഖപ്പെടുത്തിയതാണ്. നിങ്ങളെ പ്രാർത്ഥനയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഒരു ലോക സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ഡോക്ടർ ഈ കാരണങ്ങളൊക്കെ കഴിഞ്ഞൊരു ടാക്സി വിളിച്ച് അവിടെ എത്തി, ആ വീട്ടിലേക്ക് എത്തിപ്പെടുന്ന, ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ച് എത്തിപ്പെടുന്ന ഒരു അവസ്ഥ സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും ചിന്തിക്കാത്ത, ഇത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി നടന്ന തന്റെ അനുഭവം സാക്ഷ്യപ്പെടുത്തി പറഞ്ഞ സംഗതിയാണ്. നമ്മൾ മനസ്സിലാക്കണം, ആ ഡോക്ടർ ആ വീട്ടിലേക്ക് എത്തുകയാണ് ഈ കുട്ടിയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു എത്തിക്കുകയാണ്. നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നത് പോലെയല്ല, നമ്മളൊന്നും വിചാരിക്കാത്ത, പ്രതീക്ഷിക്കാത്ത കാരണങ്ങളിലൂടെ അള്ളാഹുവിന്റെ സഹായം നമ്മളെ തേടിയെത്തും. അതാണ് അള്ളാഹ് പറഞ്ഞത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലൂടെ, നിങ്ങൾ ഒരിക്കലും കണക്ക് കൂട്ടാത്ത മാർഗത്തിലൂടെ നാം നിങ്ങളെ സഹായിക്കും, നിങ്ങൾക്കൊരു മോചനം തരും. അതാണ് തഖ്വയുടെ നേട്ടങ്ങളിൽ സഹോദരങ്ങളെ 6ാമത്തെ നേട്ടമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ബാക്കി 6 കാര്യങ്ങൾ അടുത്ത ഖുത്ബയിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി തഖ്വയോടുകൂടി ജീവിച്ചു മരിക്കാൻ നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. രോഗികളായി ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. എറണാകുളത്ത് ഒരു ആശുപത്രിയിൽ നമ്മുടെ ഒരു സഹോദരൻ രോഗിയായി ഒരു പ്രയാസകരമായ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്, ദുആ ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ, ആശ്വാസത്തെയും സമാധാനത്തെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹം സഹിക്കുന്ന എല്ലാ വേദനകളും പ്രയാസങ്ങളും അദ്ദേഹത്തിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനും പരലോകത്ത് പദവി ഉയരാനും അല്ലാഹു കാരണമാക്കി തീർക്കുമാറാവട്ടെ.
വേദനയേറിയ മാരകമായ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മളെ പൊന്നുമക്കളെയും നമ്മളെ മാതാപിതാക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാകും മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم أجرنا من النار اللهم اعتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموتى المسلمين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.